നമസ്കാരം, ഞാൻ ജിഷ്ണു വാസ്തവ. എല്ലാവർക്കും ഇടവന വേദസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷം നേരത്തെ അവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് ജോലി നല്ല ഉയർച്ചയും പ്രമോഷനും ട്രാൻസ്ഫർ പ്രമോഷനോട് കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പുതിയ അവസരങ്ങൾ, ജോലി അന്വേഷിക്കുന്നവർക്കും പുതിയ അവസരങ്ങൾ കിട്ടാനും കരിയറിൽ നല്ലൊരു നിലയിൽ എത്തിപ്പെടാൻ അവർക്ക് ഈ വർഷം സാധിക്കും. എന്നിരുന്നാൽ പോലും കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയും ക്ഷമയോടുകൂടിയും തന്നെ അവർ കാര്യങ്ങളെ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതും വളരെ അത്യാവശ്യമാണ്. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും, മംഗളകാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ അവരുടെ കുടുംബ പ്രദേവതയാ ധർമ്മദൈവത്തെ കൂടി പ്രാർത്ഥിച്ചാൽ അവർ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ അവർക്ക് ലഭിക്കും. ഒരു കാരണവശാലും അവരുടെ കുടുംബത്തിലെ ചില രഹസ്യങ്ങൾ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് നല്ല രീതിയിൽ വരും. പക്ഷേ അവരുടെ ഈ നക്ഷത്രക്കാരുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ്, അവരുടെ ശ്രദ്ധ, അതെല്ലാം ആ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ഉയരങ്ങളിലേക്കും കൂടുതൽ ലാഭം കൊയ്യാനും അവർക്ക് സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയ മേഖലയുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ ഡിഗ്രേഡ് ചെയ്ത് പറയാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക എന്ന് തന്നെയാണ്. അല്ലാതെ തന്നെ അവർ കൃത്യമായിട്ട് ആ പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോയാൽ രാഷ്ട്രീയ മേഖലയിൽ നല്ല ഉയരങ്ങളിലേക്ക് എത്താൻ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം സാധിക്കും. മീഡിയ, സിനിമാ മേഖലയിൽ ഉള്ളവർക്കും കൂടുതൽ അവസരങ്ങളും ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് ഉയർച്ചയും ഈ വർഷം തന്നെ ഉണ്ടാകും. വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക്, കുട്ടികൾക്ക് കൃത്യമായിട്ട് പഠിച്ചാൽ ആ മറ്റ് വിഷയങ്ങളിലേക്ക് പോകാതെ അവർ ചെയ്യുന്ന ആ കാര്യങ്ങളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും. ആ യാത്രകളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരാനുള്ള യോഗം കൂടിയുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ട് ജനിതക വൈകല്യങ്ങൾ, കണ്ണ്, പല്ല് തുടങ്ങിയ അസുഖങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും സൂചനകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ, പിന്നെ മൈഗ്രെയിൻ, വിട്ടുമാറാത്ത തലവേദന, അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സൂചനയൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. ദക്ഷിണാമൂർത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്.